ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിയന്ത്രിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ. മാർഗരേഖ പ്രകാശനവും വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇതോടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവുകയാണ് കേരളം. எல்லோருக்கும் என்னோட நமஸ்காரம். டு அச்சீவ் இன் எம்ஐ லைஃப் ஸ்டைல் யோசிக்க கடுவல் இடத்துல எம்ஐ லைஃப் ஸ்டைல் டாப் லீடர் பிரவீன் சந்தன் உங்க கூட வர உங்க லைஃப்ல உங்க போட்ட நான் கவர விட மாட்டேன். இது என்னோட ப்ராமிஸ். ஐ விஷ் யூ ஆல் தி பெஸ்ட். தேங்க் யூ. ஜெய் ஹிந்த், ஜெய் ஹிந்த், ஜெய் 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 மை லைஃப் ஸ்டைல். സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ മാർഗരേഖ പുറത്തിറക്കിയത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ എൻറോൾമെന്റിനായി തയ്യാറാക്കിയ വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇന്നൊരൊറ്റ ക്ലിക്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചേരും. വാങ്ങിയ സാധനം വിറ്റതാരാണ്, അല്ലെങ്കിൽ അത് ഏത് ഏജൻസിയാണ് എന്നറിയാമെങ്കിലും അത് വന്നത് അവരുടെ പക്കൽ നിന്ന് തന്നെ ആകണമെന്നില്ല. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഉൽപ്പാദകരുടെയുമൊക്കെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. അതിന് ഏറ്റവും പ്രധാനമാണ് വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നത്. വിതരണക്കാരുടെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ഡയറക്ട് സെല്ലിംഗ് രംഗത്തെ ചതിക്കുഴികൾ തടയുകയാണ് സർക്കാർ ലക്ഷ്യം. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതു സംബന്ധിച്ച ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരായ VK പ്രശാന്ത്, ആന്റണി രാജു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. പല കമ്പനികളുടെയും പേരിൽ വരുന്ന ആളുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്കും അറിയില്ല. പക്ഷേ ഗവൺമെന്റിന്റെ മുദ്രണത്തോടുകൂടിയുള്ള അംഗീകൃതമായ ഒരു ആളുകളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, ജനങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ പ്രവർത്തിക്കാനും കഴിയും. ഏതായാലും ഈ മേഖലയിൽ ഉള്ളവരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചരടിലെ
മുത്തുമണികളെ പോലെ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം നൽകാൻ നേതൃത്വം കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രിയെ ശ്രീ GR അനിലിനെ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. സമയബന്ധിതമായി ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം തന്നിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ പല കൈവഴികളായി പല മേഖലകളിൽ പലരുടെയും ഒരു സഹായത്തോടെ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്ന് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിത നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ വിജയിക്കുന്നത്, ചിലർ പരാജയപ്പെടുന്നത്? വിജയിക്കുന്നവർക്ക് ഒരുപാട് ടാലന്റ് ഉള്ളത് കൊണ്ടാണോ അവർ വിജയിക്കുന്നത്, അതോ ഭാഗ്യം ഒരുപാട് ഉള്ളത് കൊണ്ടാണോ അവർ വിജയിക്കുന്നത്? ഇത് രണ്ടുമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ടാലന്റും പിന്നെ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഭാഗ്യവുമല്ല ഒരു വ്യക്തിയെ സക്സസ്ഫുൾ ആക്കുന്നത്. പിന്നെ എന്താണ് വിജയിക്കുന്നവരുടെ രഹസ്യം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ മൈൻഡ് സെറ്റ്.